ഞാൻ ഫ്രിഡ്ജ് ഇങ്ങനെ വെറുതെ തപ്പിക്കൊണ്ടിരുന്നപ്പോഴാണ് അതിനകത്ത് സോയാബീൻ ഇരിക്കുന്നത് കണ്ടത്. അത് വെറുതെ ഇരുന്ന ചീത്തയായി പോവും, ആരും എടുക്കില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു അതുകൊണ്ടൊരു വെറൈറ്റി ഐറ്റം ഉണ്ടാക്കി നോക്കാമെന്ന്. അപ്പോൾ എന്താണെന്നറിയണ്ടേ, അതാണ് നമ്മുടെ സോയാബീൻ റൈസ്. അപ്പോൾ ഉണ്ടാക്കി നോക്കിയാലോ. ഇതിന് നമ്മൾ സ്ഥിരമായിട്ട് എടുക്കുന്ന സ്റ്റെപ്പ് തന്നെയാണ്. പക്ഷേ ഞാൻ പാൻ മാറ്റി ഇന്ന് കുക്കറാക്കിയിട്ടുണ്ട്. കുക്കറിലാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. കുക്കറിലാണെന്ന് പറഞ്ഞ് നമ്മൾ വിസിലൊന്നും അടുപ്പിക്കുന്നില്ല. ജസ്റ്റ് ആ കുക്കറിൻ്റെ പാത്രത്തിലിട്ട് ഉണ്ടാക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ആദ്യം കുറച്ച് എണ്ണ ഒഴിച്ച് അതിൽ നമ്മുടെ മെയിൻ ഐറ്റം സവോള ഒന്ന് ചെറുതായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്ക് അതിനകത്തോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. പിന്നെ അതൊന്ന് മൂത്ത് വരുമ്പോൾ അതിൻ്റെ ഒരു പച്ച മണവും പച്ച ചുവയൊക്കെ മാറി വരുമ്പോഴത്തേക്കും നമുക്കതിലോട്ട് കുറച്ച് മസാലക്കൂട്ടിൻ്റെ സാധനങ്ങളില്ലേ, അതിട്ട് കൊടുക്കാം. മുളക് പൊടി ഇട്ട് കൊടുക്കാം, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, പിന്നെ കുറച്ച് ഉപ്പും അതുപോലെ തന്നെ മല്ലിപ്പൊടിയും. ഇതൊക്കെ ആവശ്യത്തിന് മതി. ഇതിൻ്റെ ഒന്ന് പച്ചമണം മാറുന്നവരെ, പച്ച ചുവ മാറുന്നവരെ നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. ഈ ഒരു കളറാകുമ്പോഴത്തേക്കും നമുക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന സോയാബീനില്ലേ, അതും കൂടി ചേർത്ത് കൊടുക്കാം. വലിയ സോയൊക്കെ ആണെങ്കിൽ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിടുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. എന്നാലേ അത് മസാല അതിലുള്ളിൽ പിടിക്കുകയുള്ളൂ. ഞാനിത് ചെറിയ സോയ ആയതുകൊണ്ടാണ് അങ്ങനെ തന്നെ ഇട്ടത്. എന്നിട്ട് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇതൊന്ന് വഴണ്ടി വരുമ്പോൾ നമുക്ക് കുറച്ച് വെള്ളം, ഇച്ചിരി വെള്ളം എടുത്താൽ മതി. ഞാൻ കുറച്ച് ചോറേ ഇടുന്നുള്ളൂ, അതുകൊണ്ട് കുറച്ച് വെള്ളമേ ഒഴിക്കുന്നുള്ളൂ. ഇതൊന്ന് സെറ്റായി ഈ ഒരു പരുവം ആകുമ്പോഴത്തേക്കും ഒന്ന് കുറുകി വരുമല്ലേ, ആ സമയമാകുമ്പോഴത്തേക്കും നമുക്ക് ആവശ്യത്തിലുള്ള ചോറ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ ബസുമതി റൈസ് പോലെയുള്ള അരിയല്ല ഇട്ട് കൊടുക്കുന്നത്, സാധാരണ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന അരിയാണ് ഇടുന്നത്. അതിനും ടേസ്റ്റാണ്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. പൈനാപ്പിൾ എസൻസിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇവിടെ ഉണ്ടായിരുന്നു, പക്ഷേ ഞാനത് ചേർക്കാൻ മറന്നുപോയി. ഇപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഞാനത് ഓർത്തത് അതിട്ടില്ലല്ലോ എന്ന്. എന്നിട്ട് ഒരു കറുവപ്പട്ടയുടെ പകുതിയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടതാണ് ഒരു മുട്ട. ഇപ്പോൾ ഒരു മുട്ടയെ ഞാൻ എടുത്തിട്ടുള്ളൂ, നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള മുട്ട എടുക്കാം. അതൊന്ന് ഇതുപോലെ ഒന്ന് ചിക്കി എടുക്കാം. കുറച്ച് മുളക് പൊടിയും ഉപ്പും മാത്രമേ ഇട്ടിട്ടുള്ളൂ. എന്നിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചതിലോട്ട് ഇതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സിങ്ങിനാണ് അതിൻ്റെ ടേസ്റ്റ് ഇരിക്കുന്നത് തന്നെ. നിങ്ങൾക്ക് വേണമെങ്കിൽ മല്ലിയില ചേർക്കാം. ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ട്രൈ ചെയ്ത് നോക്കണേ. ടാറ്റാ.